മറ്റൊന്ന് അങ്കമാലി ഭദ്രാസനത്തിൽ പെടുന്ന അലക്സാണ്ടർ മങ്ങാട്ടുംപള്ളി കോർ എപ്പിസ്കോപ്പയുടെ സഹോദരിയുടെ ഒരു കണ്ണ് കതകിന്റെ ഓടാമ്പിൽ കുത്തി തകർന്നുപോയി. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ എല്ലാവരും തിടുക്കം കൂട്ടിയെങ്കിലും മഞ്ഞിനിക്കര ബാവായുടെ അടുത്ത് പോയ ശേഷം മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ വരൂ എന്ന് ആ സ്ത്രീ ശാഠ്യം പിടിച്ചു. അന്ന് രാത്രി അവർ ധ്യാന നിമഗ്നയായിരുന്നു. രാത്രി 2 മണിയോടെ ആരോ ഒരാൾ അവരുടെ കണ്ണിൽ കൈവച്ചതായി അവർക്ക് അനുഭവപ്പെട്ടു. നിമിഷ നേരം കൊണ്ട് അവരുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. ഒരുടനു കാഴ്ച കൊടുത്തൊരു ക്രിസ്തുവെ പോൽ പാവതൻ കാരുണ്യം ചൊരിഞ്ഞുവല്ലോ. കോരിത്തരിച്ചുപോയി ആദേശവാസികൾ കോൾമയിർ കൊണ്ടു നമസ്കരിച്ചു, അവർ നമസ്കരിച്ചു. വാർദ്ധക്യത്തിൽ സന്താന ദുഃഖിതരായിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥ ദമ്പതികൾക്ക് ബാവായോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ കുഞ്ഞു പിറന്നു. അങ്ങനെ ഒട്ടനേകം അത്ഭുത പ്രവർത്തനങ്ങൾ മഞ്ഞിനിക്കര ബാവായിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന മഹോത്സവം നാനാജാതി മതസ്ഥരും ചേർന്ന് ഇവിടെ കൊണ്ടാടുന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്നു. കേരളത്തിന്റെ രാജവീഥികൾ നിറഞ്ഞു കവിഞ്ഞ് മലബാർ മുതൽ നടന്നുവരുന്ന തീർത്ഥാടന ഗാനവുമായി വരുന്ന കാഴ്ച ആരിലും ഭക്തിപരവശത്തിന്റെ കുളിർകാറ്റ് വീശും. മോരിയാ മലയിൽ ഏലിയാവ് യേശുവിനോടൊത്ത് പ്രത്യക്ഷപ്പെട്ടതുപോലെ മഞ്ഞിനിക്കര മലയിൽ ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ മലങ്കരയുടെ മധ്യസ്ഥനായിട്ട് യേശുവിന്റെ തിരുസന്നിധിയിൽ പാപികളായ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ പുണ്യവാന്റെ തിരുനാമത്തിൽ ഒരു ദേറായും പള്ളിയും സ്ഥാപിച്ചിട്ടുണ്ട്. ആരംഭം മുതൽ വൈദിക സെമിനാരിയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. മലങ്കര സഭയിലെ മെത്രാപോലിത്താമാർ ഉൾപ്പെടെ ഒട്ടുഭൂരിപക്ഷം പുരോഹിതന്മാരും ഈ ദേറായിൽ നിന്നും പരിശീലനം നേടിയിട്ടുള്ളവരാണ്. ഇവിടത്തെ ഭരണത്തിനായി അന്ത്യോക്യയിൽ നിന്നും ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത ആയി നിയോഗിക്കപ്പെട്ടിരുന്നു. വർഷങ്ങളോളം ഇവിടെ വസിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ പുണ്യശരീരവും ഈ ദേറായിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ന് പ്രസ്തുത ദേറായുടെ ഭരണാധികാരി അഭിവന്യ യാക്കോബ് മാർ യൂലിയോസ് മെത്രാപോലിത്തായും സഹായത്തിനായി അഭിവന്യ ബെന്യാമിൻ ജോസഫ് മാർ ഓസ്താത്തിയോസ് മെത്രാപോലിത്തായും ഉണ്ട്. തീർത്ഥാടകരായി നമുക്കും മഞ്ഞിനിക്കരയിലേക്ക് പുറപ്പെടാം. സമാധാനദൂതൻ പത്തോസിൻ പിൻഗാമി മോറൻ മൊറികനാതിയോ മലങ്കര സഭയിലെ മഞ്ഞിനിക്കരയിൽ കബറിടം പൂകിയല്ലോ. മലങ്കര സഭയിലെ മഞ്ഞിനിക്കരയിൽ കബറിടം പൂകിയല്ലോ. മക്കൾ വരുന്നു, മക്കൾ വരുന്നു, കബറിങ്കൽ പ്രാർത്ഥിച്ചിടാം. ലോകക്ലേശ ഭാരങ്ങൾ പോക്കി സമാധാനം നൽകണമേ. ലോകക്ലേശ ഭാരങ്ങൾ പോക്കി സമാധാനം നൽകണമേ. പരസ്പര സ്നേഹിപ്പിന്നെന്നൊരു കൽപ്പന തന്നതുപോ തർക്കങ്ങൾ തീർത്ത് സ്നേഹത്തിൽ വസിപ്പാൻ കൽപ്പിച്ച പുണ്യത. തർക്കങ്ങൾ തീർത്ത് സ്നേഹത്തിൽ വസിപ്പാൻ കൽപ്പിച്ച പുണ്യത. മക്കൾ വരുന്നു, കബറിങ്കൽ പ്രാർത്ഥിച്ചിടാം. ലോകക്ലേശ ഭാരങ്ങൾ പോക്കി സമാധാനം നൽകണമേ. ലോകക്ലേശ ഭാരങ്ങൾ പോക്കി സമാധാനം നൽകണമേ.
ഹൃദയങ്ങൾ സമാധാനവാതിൽ കൊട്ടിയടച്ചപ്പോ നൊന്ത് നൊന്ത് ചങ്ക് തകർന്ന് പ്രാണൻ വെടിഞ്ഞതതാ നൊന്ത് നൊന്ത് ചങ്ക് തകർന്ന് പ്രാണൻ വെടിഞ്ഞതതാ മക്കൾ വരുന്നു കബറിങ്കൽ പ്രാർത്ഥിച്ചിടാം ലോകക്ലേശ ഭാരങ്ങൾ പോക്കി സമാധാനം നൽകണമേ ലോകക്ലേശ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധനായ ബാബാ തിരുമേനിയുടെ ഖബറിടത്തിന് മുൻപിൽ ഒരു മാർബിൾ കല്ലിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നത് കാണാം: മലങ്കര സുറിയാനി സഭാംഗങ്ങളിൽ സൗഹാർദ്ദം സ്ഥാപിക്കുവാൻ എഴുന്നള്ളിയ അവസരം 1932 ഫെബ്രുവരി മാസം 13-ാം തീയതി 65-ാമത്തെ വയസ്സിൽ ഇവിടെ വെച്ച് കാലം ചെയ്ത അന്ത്യോക്യായുടെയും കിഴക്കൊക്കയുടെയും പാത്രിയർക്കീസ് നിതാന്തവന്യ ദിവ്യ മഹാമഹിമ ശ്രീ മോറാൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ തിരുമനസിലെ തിരുശേഷിപ്പ് ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേ, നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും കൂടി ഓർക്കണമേ. തീർത്ഥാടകരായി എത്തുന്ന ഭക്തജന്മാരെ ജനലക്ഷങ്ങളോടൊപ്പം മഞ്ഞും മഴയും വെയിലും ചൂടും കാറ്റുമേറ്റ് നടന്ന് തളർന്ന് തീർത്ഥാടന ഗാനവും ആലപിച്ചുകൊണ്ട് നമുക്ക് മഞ്ഞിനിക്കരയിലേക്ക് പുറപ്പെടാം. പരിശുദ്ധനായ മഞ്ഞിനിക്കര ബാവ നമ്മളെ ഓരോരുത്തരെയും നമുക്കുള്ള സർവത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. വിശുദ്ധിയേറും മോറാനേ, ഭാഗ്യവാനേ, സാരനേ, അന്ത്യോക്യായുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പിതൃവൃന്ദത്തിൻ താതനേ, ശോഭയേറിയ മോറാനേ, അന്ത്യോക്യായുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. തന്റെ മഹാബലി നിര്യാണം പ്രവചിച്ചവനെ മോറാനേ, അന്ത്യോക്യായുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മഷികാതങ്ങളുടെ തിരുസഭയെ വിശ്വസ്തതയായി മേയിച്ച അന്ത്യോക്യായുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദേവമതിന്റെ ദർപ്പണമേ, ത്യാഗത്തിൻ സിംഹാസനമേ, അന്ത്യോക്യായുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തിയുടെ ത്രോണോസിൻ